രാവിലെ തന്നെ ഇതാരെയാ ഈ ഗുണ്ട് നോക്കുന്നതെന്നറിയാം. അവൻ്റെ അമ്മ വന്നിട്ടുണ്ട്. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ സഹോദരൻ്റെ കൂടി മരം വെട്ടാൻ പോയപ്പോൾ എൻ്റെ ചേട്ടനും അവിടെ വെട്ടുന്നത് കണ്ട് വെട്ടിത്തീർന്ന സഹോദരൻ വിളിച്ചിട്ട് അവൻ പോയില്ല. അവൻ വിളിച്ചിട്ട് പോകാത്തത് കാരണം ഇവൾക്കറിയാമല്ലോ നേരെ ചേട്ടൻ വരുന്ന ഇവിടെ വരുമല്ലോ, അതുകൊണ്ട് ചേട്ടൻ്റെ വണ്ടിയിൽ കയറി അവൾ ഇരുന്ന്. അവൻ പിടിക്കാൻ നോക്കുമ്പോൾ ഓടിക്കളയും. പിന്നെ ചേട്ടൻ്റെ കൂടെ ഇനി വരാൻ വേണ്ടി ചേട്ടൻ്റെ കൂടെ അങ്ങ് നടന്നു. പിന്നെ അവൻ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഇനി പോകുന്നു. കാരണം താഴോട്ട് അവൻ പോണില്ല അവള്. പിന്നെ ചേട്ടൻ്റെ ബൈക്കിൽ കയറി അവളങ്ങ് ഫ്രണ്ടിലിരുന്നു. എനിക്കിവിടെ വരണമെന്നുള്ള രീതിയിൽ. അവൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ആയപ്പോൾ ചേട്ടൻ വരെ വഴക്ക് പറയാൻ തുടങ്ങി. നീ അകത്ത് കയറ്റന്നെ, നീ വീഡിയോ എടുത്തോണ്ടിരിക്കാതെ അങ്ങോട്ട് ഗേറ്റ് തുറക്കണേന്ന്. പിന്നെ ഗേറ്റൊക്കെ തുറന്നു കൊടുത്ത് അകത്ത് കയറ്റി. പിന്നെ ഈ പറഞ്ഞതുപോലെ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ആമയും കൊണ്ടു നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഒരു നിവൃത്തി കാണില്ല. പിന്നെ ഗുണ്ടുവിനെ കെട്ടിയിടണം. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നെ തിരിച്ചങ്ങ് കൊണ്ടുപോകാനായാലും എനിക്കിന്ന് വയ്യ. അപ്പോൾ പിന്നെ ചേട്ടൻ തന്നെ ഒന്ന് കൊണ്ടുവിട്ടേക്ക്, ഈ സ്റ്റെപ്പിലാകുമ്പം അങ്ങ് കൊണ്ടുവിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ നിർബന്ധിച്ചു. അങ്ങനെ ചേട്ടൻ കുഞ്ഞുമായിട്ട് പോയി. കാരണം ഞാൻ പിന്നെ രണ്ടുപേര് വേണം. ഗുണ്ടുവിനെ പോലെ ബാക്കിലിരിക്കില്ല, ഫ്രണ്ടിലും ഇരിക്കില്ല. അവൾക്ക് ഫ്രണ്ടിലിരിക്കും, പക്ഷെ അവൾ ചാടിപ്പോകുമല്ലോ, ഒരാൾ പിടിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ കുഞ്ഞുവിനെയും ചേട്ടനെയും പറഞ്ഞു വിട്ട് താഴെ കൊണ്ടങ്ങ് വിട്ടു. പിന്നെ വേറൊരു കാര്യം, ആമിക്കും കിടക്കാനുള്ള ഒരു സൗകര്യം റെഡിയായി കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, നാളെ കാണിച്ചു തരാം. അവർക്കൊരു ഇരുമ്പിൻ്റെ ഇത് കട്ടിലല്ല, ഒരു ഇരുമ്പിൻ്റെ തന്നെ നമ്മൾ കൊണ്ടുവരാൻ പോലത്തെ ഒരു അതിൻ്റെ പേരെന്തൊരു മേശ എന്തോ ആണ് കേട്ടോ. അപ്പോൾ അവൾക്കും കിട്ടി. നാളെ ആ വീഡിയോ കാണിച്ചു തരാവേ. ഞാൻ പോയി കണ്ടതേ ഉള്ളൂ, അപ്പോഴും എൻ്റെ കയ്യിൽ ഫോണില്ല. ഗുണ്ടുവിന് ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയെ കണ്ടപ്പം. പക്ഷേ എന്നെയും കൂടി കൊണ്ടുപോകും അമ്മയെന്നും പറഞ്ഞുള്ള അവൻ്റെ ഒരു ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഗേറ്റൊക്കെ അടച്ചപ്പോൾ ആമീര മണമൊക്കെ അങ്ങ് അടിച്ച് ഇങ്ങനെ ഇരിക്കണേ. പിന്നെ ഇതിപ്പം 10-11 മണി ആയ കാര്യമാണേ. ഞാനേ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് ഇപ്പം എന്നെ എപ്പോഴും നിരീക്ഷിക്കും കേട്ടോ. ഞാൻ ഒരു താക്കോലെടുക്കുകയോ ചെരുപ്പെടുത്തിടുകയോ എന്തെങ്കിലും ചെയ്താൽ ഇവ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവേ. അല്ലാതെ നോർമലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയാൽ നമ്മളെ മൈൻഡ് ചെയ്യില്ല. പക്ഷെ പെട്ടെന്നൊന്ന് താക്കോലെടുക്കുകയോ ചെരുപ്പെടുത്തിടുകയോ എന്തെങ്കിലും ചെയ്താൽ ഇങ്ങനെ ശ്രദ്ധിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ പോണം ശ്രദ്ധിച്ച് നിൽക്കും. എന്തിനാ ഇത്? നീ ഇപ്പോൾ വന്നത് എന്തിനാണ്? മതിൽ ചാട്ടാൻ പഠിക്കണതാ? മതിൽ ചാടാൻ പഠിക്കണതാ അമ്മയെ പോലെ? എന്തിനാ ഇത്? ഞാൻ അല്പം കണ്ണ് തെറ്റിയപ്പോ നീ ഇത് എന്തിന്റെ പുറത്തിടാ കയറിയിരിക്കുന്നേ? തിരിച്ചതുപോലെ പോയി കടടാ, പോടാ. ഇപ്പൊ നിന്റെ ഉറക്കം എവിടെ പോയി? എടാ വണ്ടിയിലെ താക്കോൽ എടുക്കണ കാണുമ്പോഴേ അവന്, എടാ കണ്ട താക്കോല് കാണുമ്പോഴേ അവന് തുടങ്ങും. അല്ലെങ്കിൽ എവിടെ എണീറ്റ് പോയാലും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണേല്ലേ, അപ്പോഴൊന്നും അവനൊരു പ്രശ്നവും ഇല്ല. പക്ഷെ താക്കോല് ചെരുപ്പ് ഇതൊക്കെ ഇടുന്ന കാണുമ്പോൾ അവന് അറിയാം എവിടെയോ പുറത്തു പോകാനാണെന്ന്. വരുന്നുണ്ടാടാ, ഇപ്പം ഇതുവരെ എത്തിയിട്ടുണ്ടേ. ഇരുന്നോ. ഞാൻ ഇനി വണ്ടി എടുക്കണം കേട്ടാ. എടാ കേറിയിരിക്കും. ഇനി വണ്ടി അനക്കിയാ ഉടനെ ഇരിക്കും. എവിടെ പോണം നിനക്ക്? എവിടെ പോണം നിനക്ക്? നല്ല വെയിലാണ്. അപ്പം ഞാനും കൊണ്ടും പാലെടുക്കാൻ പോവുകയാണ്. കുട്ടപ്പാ ഇനി നോക്കടാ. പാലെടുക്കാൻ ഞാൻ പിന്നെ അവനെയും കൂടി എന്നും കൊണ്ടുപോകും കേട്ടോ. എന്തോ ഇല്ല, ഇടയ്ക്കൊക്കെ കൊണ്ടുപോകാതിരുന്നാലും ഏകദേശം എല്ലാ ദിവസവും ഞാൻ അവനെ കൊണ്ടുപോകാറുണ്ട്. പോണ വഴിക്കെല്ലാം അവന് ഞാൻ ഒന്നും പറയണില്ല. ഇതാണ് അവൻ്റെ ജോലി. പിന്നെ എന്നും എനിക്കൊരു കൂട്ടുകേട്ടോ. ഇവിടെ തോട്ടത്ത് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അവനും കൂടി ഉള്ളതുകൊണ്ട് എന്തോ എനിക്ക്, അല്ലെങ്കിൽ അവിടെ ആരും ഇല്ലല്ലോ, ഒരു ആളെനക്കും അവൻ്റെ കൂടെ മിണ്ടിയും പറഞ്ഞും പോകുമ്പോൾ എനിക്കൊരു സന്തോഷം. പാലെടുക്കുമ്പം കൂടെ എൻ്റെ കൂടെ വന്നോളും. പിന്നെ എനിക്കൊന്ന് വയ്യായിരുന്നു കേട്ടോ, വയറുവേദനയായിട്ട് എനിക്കിന്ന് പാലെടുക്കാനൊന്നും വയ്യായിരുന്നു. അങ്ങനെ
ഞാൻ എന്നിട്ട് മടിച്ച് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് അച്ഛൻ പാലെടുത്തൊക്കെ വെച്ച്, അച്ഛൻ വയ്യെന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് ഞാൻ ഇതുപോലെ വിളിച്ചു പറഞ്ഞു. അച്ഛനിടെ ഇത് സെക്യൂരിറ്റി പണിയാണ്, 2 ദിവസം വീട്ടിൽ കാണും, 2 ദിവസം വീട്ടിൽ വരുന്നുണ്ട്. എല്ലാം എടുത്തിരുന്ന അച്ഛാ? അങ്ങോട്ട് കൊണ്ടുപോ. അയ്യോ അയ്യോ മതി മതി, ഇനി വാ, മതി കണ്ട് സന്തോഷിച്ചത്. അയ്യോ അച്ഛനെ കണ്ടപ്പോൾ അവൻ്റെ ഒരു സന്തോഷം കാണണം കേട്ടോ. അച്ഛൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്, എന്നെ കളഞ്ഞിട്ട്. കുറേ കാലം അച്ഛൻ്റെ കൂടെ നടന്നതല്ലേ, 3-4 മാസം അവിടെ ആയിരുന്നില്ലേ. അതിൻ്റെ സ്നേഹം അവന് പ്രത്യേകം ഉണ്ട് കേട്ടോ അച്ഛനെ കാണുമ്പോൾ. പിന്നെ അച്ഛൻ വെളയിലൊക്കെ വന്ന്, ഈ സെക്യൂരിറ്റി പണിയാണ്, 1-2 ദിവസം കൂടുമ്പോൾ വീട്ടിൽ കാണും, 2 ദിവസം വീട്ടിൽ കാണും. ഞാൻ പിന്നെ ഉറയൊക്കെ ഒഴിച്ചു കൊണ്ടുവരാൻ കൊണ്ട്. പിന്നെ അച്ഛൻ ഇവിടെ വന്ന് എനിക്ക് പറിച്ചൊക്കെ തരും, വെളയിൽ വന്ന്. പിന്നെ വിറകൊക്കെ വെട്ടിയിട്ട് തരും. അച്ഛൻ ഒരു നേരെ വെറുതെ ഇരിക്കില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. പഴയ ആൾക്കാർ അങ്ങനെയാണല്ലോ അവർ. പിന്നെ അച്ഛൻ്റെ അടുത്ത് എത്ര കാലൊക്കെ പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ നല്ല വേദനയായിരിക്കും, പക്ഷെ എത്ര പറഞ്ഞാലും കേൾക്കൂല. കുറച്ച് ദൂരമുണ്ട് എൻ്റെ തോട്ടത്ത് വരെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങ് താഴെ വീട്ടിൽ നിന്ന് ഇങ്ങ് തേരിയൊക്കെ കയറി ഇവിടെ വരും. ഇവിടെ വന്ന് പിന്നെ ഇത് പഴയ ഞങ്ങളെ വീടല്ലേ, ഞാൻ ജനിച്ച് വളർന്നില്ല, 5 വയസ്സ് മുതലുള്ള വീട്. അപ്പം ഇവിടെയൊക്കെ വന്ന് അച്ഛൻ തൂത്ത് കാടൊക്കെ വെട്ടി എങ്ങനെയെങ്കിലും ഒരു 10-12 മണി വരെ, അച്ഛൻ രാവിലെ ഒരു 9 മണിക്ക് വന്ന ഒരു 12 മണി വരെ ഇവിടെയൊക്കെ പറിച്ചൊക്കെ ഇട്ട് വൃത്തിയാക്കി ക്ലീനൊക്കെ ചെയ്തിട്ട് പോവും. അച്ഛനോട് പറഞ്ഞാലും കേൾക്കില്ല, നമ്മൾ വെളിയിൽ ആളെ വിട്ട് ചെയ്യിക്കാന്ന് പറഞ്ഞാലും കേൾക്കുകയൊന്നുമില്ല. അച്ഛന് അങ്ങനെയാണ്. പിന്നെ ഞാനും കൊണ്ടുവരും, ഭയങ്കര സന്തോഷം. എനിക്കിന്ന് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ പാലൊന്നും എടുത്തു തരില്ല, പക്ഷെ എനിക്ക് വയ്യെന്ന് അറിഞ്ഞപ്പം പിന്നെ അച്ഛൻ എടുത്തതാണ് പാല്. അങ്ങനെ പിന്നെ ഞാനും കൊണ്ടും കൂടി ഹാപ്പി ആയിട്ട് ഇങ്ങ് പോന്നു. അങ്ങനെ ഇന്ന് ഭയങ്കര സന്തോഷം. വെയിലെന്ന് വെച്ചാൽ ഇന്ന് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കറിയാലോ, 2 ദിവസം മുന്നേ വരെ എന്നാ മഴയായിരുന്നു എന്ന്. ഇപ്പോഴത്തെ വെയിൽ നോക്കൂ, വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. വണ്ടിയൊക്കെ ചുട്ടു പഴുത്തൂലേ. നിങ്ങൾക്കും അവിടെ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാവർക്കും ഇപ്പോൾ നല്ല ചൂടല്ലേ. ഈ മഴ ഈ ഇടക്കാലത്തൊന്നും പെയ്തെന്നേ തോന്നൂല, അത്ര വെയിൽ. പിന്നെ ഗുണ്ടുവിന് ഈ സത്യം പറഞ്ഞ അങ്ങോട്ട് പോകാൻ വണ്ടി കയറിയിരിക്കുവേ, തിരിച്ചു വരുമ്പോൾ അവന് ഒട്ടും ഇഷ്ടമില്ല. ഞാൻ നിർബന്ധിച്ചാണ് ഇപ്പം കയറിയിടാന്ന് പറഞ്ഞിട്ട് കേൾക്കൂല. കാരണം അങ്ങോട്ട് പോയി ഇതൊക്കെ ഇറങ്ങി ഓടുന്നുണ്ടേ, അവന് ഒട്ടും ഇഷ്ടമില്ല, അവന് നല്ല അറിയാം. ഇതിനിടയിൽ ഒരു കാര്യം വിട്ടുപോയി, അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് നമ്മളിങ്ങ് പോന്ന്. ഇത് ഞാൻ വീഡിയോ വീണ്ടും എടുത്തിട്ടത് വേറൊന്നുമല്ല. ഇവിടെ കൊണ്ടുവന്ന് ഇട്ടപ്പോഴേക്ക് ഫുള്ള് മണ്ണ് തോണ്ടി അതിനകത്തിരിക്കുകയാണ് കേട്ടോ. ഇത് ഫുള്ള് ഇവിടെ അത്രയും തോണ്ടി ഒരു കുഴിക്കകത്താണ് അവൻ ഇരിക്കുന്നത്. ഞാൻ ഇവിടെ കെട്ടിയിട്ടിട്ട് പാലൊഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അവൻ അവിടെ ഫുള്ള് മണ്ണ് തോണ്ടി അവിടെ ഒരു വലിയ കുഴിയൊക്കെ ആക്കിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് ഞാൻ വിളിച്ചുകൊണ്ട് പോയത്. ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ തോട്ടത്തൊക്കെ വരാനും നടക്കാനും ഒക്കെ. അവർക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അവനെ സന്തോഷിപ്പിക്കുന്നത്, അവൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ. എന്തോ പതുക്കെ ഞാൻ അഡിക്റ്റ് ആയിപ്പോയി കേട്ടോ ഇവനിൽ. യവനും അങ്ങനെ തന്നെ. ഞാൻ എവിടെയുണ്ടോ അവിടെ എല്ലാം വന്നിരിക്കും എന്നെ നോക്കി. ഞാൻ കട്ടിലിൽ കിടക്കുമെങ്കിൽ ഒന്നീത ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ കട്ടിൻ്റെ താഴെ എന്നെ നോക്കിയിരിക്കും കേട്ടോ. എവിടെ സോഫ സെറ്റ് ഇരിക്കുമെങ്കിൽ ഇപ്പം ഇവിടെ കിടന്ന് ഉറങ്ങണവനാണെങ്കിൽ ഞാൻ കട്ടിലിൽ ചെന്ന് കിടന്ന് ഓടി. നിങ്ങളെവിടെ ഇങ്ങനെ നമുക്കിപ്പോൾ ഇതൊക്കെ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഭയങ്കര എനിക്ക് സന്തോഷം. ഞാൻ ഗേറ്റിൻ്റെ അവിടെ പോയി അവൻ ഓടി. നല്ല വെയിൽ അവൻ്റെ മുഖത്തടിക്കണ കണ്ടാ, അത്ര വെയിൽ കേട്ടോ. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ കട്ടിലിൽ പോയി കിടക്കുകയാണെങ്കിൽ അവിടെ വന്ന് കിടക്കും, സോഫ സെറ്റിലാണെങ്കിൽ അവിടെ വന്നിരിക്കും. ഇനി അവൻ സോഫ സെറ്റിലാണ് കിടന്നുറങ്ങണം, ഞാൻ റൂമിലോട്ട് കയറിപ്പോയാൽ ഓടി അങ്ങോട്ട് വരും. പിന്നെ എപ്പോൾ കണ്ടാലും ഞാൻ ചുമ്മാ ഞാൻ കയറി ഇടാന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, ഓടി വന്ന് അതിലങ്ങോട്ട് ഇരുന്നോളുവേ. പിന്നെ ഉച്ചയ്ക്ക് അവന് ഫുഡ് കൊടുക്കണം. ഇന്ന് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് പിള്ളേരുണ്ടായിരുന്നു. അപ്പം വീഡിയോ എനിക്ക് മൂത്തയാൾ എടുത്തു തന്ന്. അവൻ്റെ ഈ മടിയല്ല, ഇപ്പം അവ അതങ്ങ് അഡിക്റ്റ് ആയിപ്പോയി. ഞാൻ വേണം എല്ലാത്തിനും. പിന്നെ
എനിക്കൊരു മടിയില്ല കേട്ടോ അവന് കൊടുക്കാൻ. എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ അവന് ഫുഡ് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ഇപ്പം 2 ദിവസം കൊണ്ട് വീഡിയോ ഇടുന്നതേ ഉള്ളൂ. ഞാൻ എങ്ങനെയൊന്നും എനിക്ക് ഇവ അങ്ങനെ പാതി കഴിച്ച് പാതി കഴിക്കാതെയൊക്കെ പോണ കാണുമ്പോൾ ഒരിത്, അതുകൊണ്ടാണ് ഞാൻ വാരി കൊടുക്കുന്നത്. വാ തുറക്കൂല, ഇതാ കണ്ട അമ്മേനെ നോക്കണം ഗൈസ്. ഇതിൽ തൊഴില്ല, തന്നാ മതി, ഞാൻ തിന്നൂല, അതിനാണ് ചെന്നിരിക്കുന്നത്. അവൻ കഴിക്കൂല. കണ്ട ചോറ് തിന്നാതെ മാറിയിരുന്നത്. അമ്മ വാരി തന്നാ മതി, അമ്മ പാത്രമൊന്നും എനിക്ക് കാണിച്ചു തരണ്ട. എന്റെ പൊന്നാ, എന്താണ് ചുണ്ടിലും പല്ലിലും ഒന്നും ആവണ ഇഷ്ടമില്ല. അതുകൊണ്ട് അങ്ങ് ഇപ്പം നോക്കിക്കോണേ, അങ്ങ് വിഴുങ്ങിക്കോളും. ചവച്ചാ പല്ല് വേദന എടുക്കും, പല്ല് വൃത്തികേടാവും. വെച്ചിലൊന്നും ആവുന്നൊരു വാഴയാണ്. വേണമെങ്കിൽ ദൂരോട്ട് ചെന്നിരിക്കും, എനിക്കിത് നടക്കാൻ വരും. അവന് കഴിക്കണമെന്നേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തി പോകണം. അല്ലാതെ ഇന്നാടാ കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കൂല. അവൻ എൻ്റെ ഉരുളയിൽ നോക്കിയാണ് ഇരിക്കുന്നത്. അവന് കഷ്ടപ്പാടാൻ പാടാ. കഴിഞ്ഞു നോക്കടാ. അപ്പോ ഞാൻ ഇങ്ങനെ ഉരുട്ടണത് മാത്രമേ ഇറക്കി കൊടുക്കൂ. മതിയൊന്നു എന്താ ഇത്രയും കഴിച്ചു കഴിച്ചു. ഇനി മതി, ഇനി ഇത്തിരി കുറച്ച് അത് വയറ്റിലോട്ടൊന്ന് ചെല്ലട്ടെ. എല്ലാം തൊണ്ട് എല്ലാം വിഴുങ്ങി 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 ഇറക്കിയിരിക്കില്ലേ. അപ്പോ വേറൊരു താളാ. മര്യാദയ്ക്ക് എടുത്ത് തിന്നോണം. തറയിൽ ഒരു ചോറ് കളഞ്ഞു അവര്. അത് കഴിഞ്ഞ് കുട്ടികളൊന്ന് ലീവായതുകൊണ്ട് ട്യൂഷനുണ്ട്. അപ്പൊ 2 കൊച്ചു പിള്ളേര്, അതുകൊണ്ട് ഓടി ചെന്ന് കൊണ്ടുപോകും. അതുപോലെ പഠിക്കാൻ ചെന്നിരിക്കുന്ന കണ്ടപ്പം അമ്മ ഓടി വായോ, വീഡിയോ എടുക്കാൻ വാതോ, എൻ്റെ കൂടെ വന്ന് ഗുണ്ടുവും പഠിക്കാതിരിക്കണ കണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാനത് കണ്ടപ്പോൾ എനിക്കൊരു ക്യൂട്ടായിട്ട് തോന്നി കേട്ടാ, അവളെ കൂടെ ചെന്നിരിക്കണ കണ്ടപ്പോൾ. നല്ല രസം. പിള്ളേരിരിക്കും പോലെ അവനും. പിന്നെ ഇന്ന് നിങ്ങൾ കണ്ടല്ല, തോട്ടത്തൊക്കെ പോയപ്പോൾ മണ്ണും ചെളിയെല്ലാം. പിന്നെ ഒരാഴ്ചയിൽ കൂടുതലായി അവനെ കുളിപ്പിച്ചിട്ട്. അവന് കുളിപ്പിക്കാതിരുന്ന അവന് ദേഹത്ത് ചൊറിച്ചിൽ വരും. കാരണം ഈ റോഡിൻ്റെ പൊടിയും ഞാൻ പറഞ്ഞിട്ട് സിമെൻറ്റ് പൊടിയൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അവനൊരു 3-4 ദിവസം കൂടുമ്പം കുളിപ്പിച്ച്, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടാണ്. ഞാൻ അല്ലെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം കൂടുമ്പം കുളിപ്പിച്ചുകൊണ്ടിരുന്നതായിരുന്നേ. പിന്നെ എല്ലാവരും വീഡിയോയിൽ വന്ന് നിർമ്മല ചേച്ചി ആയാലും ബിന്ദു ചേച്ചി ആയാലും ഇങ്ങനെ എന്നും കുളിപ്പിക്കേണ്ട, വൈപ്പറൊക്കെ ഇട്ട് തുടച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകുന്ന ഈ സിമെൻറ്റ് പൊടി, ഇപ്പോഴും റോഡ് പണിയിലെ ആ സിമെൻറ്റ് പൊടിയും പിന്നെ കെമിക്കലും ഒക്കെ ഉള്ള ആ പൊടി ദേഹത്ത് വീണ് അവന് 2-3 ദിവസം കുളിപ്പിച്ചില്ലെങ്കിൽ ഒരു 5 ദിവസം കഴിയുമ്പോൾ അവന് ദേഹം ചൊറിച്ചിൽ തുടങ്ങും. അവനൊരു ചൊറിച്ചിൻ്റെ അസുഖം ഇല്ലേ, അങ്ങനെ ഭയങ്കര മടിയാണ്. ഓടിപ്പോയിരിക്കാണ് തല ഓർത്താൻ. തല തോർത്ത സമയമായില്ല, തല തോർത്ത സമയമായില്ല. ഇനി ഈ സോപ്പ് പോലെയൊക്കെ കളയണം. ഇനി വണ്ടിയും കഴുകണം. ഇനി അതിന് നമ്മൾ മൊത്തത്തിൽ കുളിക്കാൻ റെഡി ആയിട്ടല്ലേ അവനെ തുടങ്ങുള്ളൂ. മടിയനെന്ന് വെച്ചാൽ ലോക മടിയനാണ് കുളിക്കാനായിട്ട്. പിന്നെ പിന്നെ പിടിച്ചു വയ്ക്കുമ്പോൾ ഇവനാണ് ഈ 2 കാലിൽ എണീറ്റൊക്കെ നടന്നു കളയും കേട്ടാ. ഞാൻ ഇങ്ങനെ നിർത്തുന്നതല്ലേ, എനിക്കറിയാം അവന് ഇങ്ങനെ നട്ടലിനൊക്കെ വേദന എടുക്കുന്നു. പക്ഷേ അവൻ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴേക്ക് വേറെ ഇങ്ങനെ ഈ ഒരു കാലമായിരിക്കും ഞാൻ പിടിക്കുന്നത്. പക്ഷെ അവൻ വേണമെങ്കിൽ 3 നടക്കും അങ്ങ്. കുളിക്കുമ്പം പല സർക്കസ് പരിപാടിയും കാണിക്കും. പിന്നെ ഞാനിത് കുറച്ച് വീഡിയോ എടുത്തിട്ട് ഞാൻ പിടിച്ചു വെച്ച് കൊടുത്ത് അവളാണ് വന്ന് കുളിപ്പിച്ചു തന്നത്. കാരണം ഞാൻ അവനെ എടുത്ത് വെച്ച് കുളിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത പരിപാടി തലോർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കറിയാമല്ലോ. നേരത്തെ ഷാമ്പു ഇട്ടപ്പോൾ തന്നെ ഓടി വന്ന് അമ്മ ഇനി തലോർത്തിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതാ ഓടി വന്ന് ഇരുന്ന് തന്ന. പിന്നെ ഇനി അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കേസാണ് തല തോർത്തുന്നത്. കഴിഞ്ഞു. എന്നെ നല്ല വൃത്തിക്ക് തൊടാ, ഞാൻ തുടച്ചു തന്നതുപോലെ.
തണുത്ത് വയ്യായിരുന്നു എനിക്ക്. തണുത്താക്കളേ. ഗുണ്ടു കൊതുകല്ലേ? കൊതുകുണ്ട് ഇവിടെ ഫുള്ള്. അപ്പോൾ അതാണ് ഈ നോക്കുന്നത്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു ചൂട് പാലൊക്കെ അവൻ കുടിച്ചു. പിന്നെ സ്നാക്സ് ഒക്കെ കഴിച്ച് അവൻ്റെ ഒരു പ്രീതിക്ക് ഒരു 4-5 ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കും. പിന്നെ ഉള്ളത് നൈറ്റ് 9 മണി കഴിഞ്ഞാലുള്ള ജോലിയാണ് അവൻ്റെ. ഇതാ ചേട്ടനെ ഇങ്ങനെ സോപ്പിടാൻ തുടങ്ങി. അച്ഛാ വായോ 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 എന്നുള്ളതാണ്. ഒരു നിവർത്തിന്ന് കൊടുക്കൂല അച്ഛനെ. പാവം കേട്ടോ, ഇങ്ങനെ ചേട്ടനെ തോളി പിടിച്ചോണ്ട് എന്നെയും നോക്കുന്നുണ്ട് കടിക്കണ വേണ്ടേന്ന്. ഇനി കുറേ നേരം അച്ഛനും മോനും കൂടിയുള്ള, വേറൊന്നിനുമല്ല, അവനെ ഇനി പുറത്ത് കൊണ്ടുപോകും. ആ വാലറ്റെല്ലാം നോക്ക്, എന്ത് രസമെന്ന് നോക്ക്. പിന്നെ എല്ലായിടും ചേട്ടനെ കടി കൊടുക്കും, കടിയും കൊടുക്കും, സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകും. ആദ്യം 2 കടി കൊടുക്കുമ്പോൾ ചേട്ടാ ആന്നാ കൂന്നാ വിളിക്കണമെങ്കിൽ ഉടനെ നക്കും പോട്ടെ പോട്ടെ എന്നുള്ള. പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് കൊണ്ടുപോകാം ചേട്ടാ, അവനെ കുറച്ചൊന്ന് തടവേ കളിപ്പിക്കുകയൊക്കെ ചേട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എന്നെ ഇതിനിടയിൽ നല്ല കടിയും ഇപ്പുറത്തെ സൈഡിലൊക്കെ വന്ന് ഞാൻ പിന്നെ മൈൻഡ് ചെയ്യണില്ലെന്ന് തോന്നിയോണ്ടാണ് ഇപ്പുറത്തെ ചെയ്ത തെറ്റുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാതെ, ഒരു തെറ്റും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണ് അനുമോള്. അപ്പൊ ഇതിന്റെ പേരിൽ ഒരുപാട് അവനങ്ങ് ദേഷ്യം വരും. അപ്പൊ ഇങ്ങനെ ഓരോ കൊച്ചു കൊച്ചു കടിയും കൊടുക്കും. ഞങ്ങൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ. ഇന്നലെ നമുക്ക് ഇവിടെ ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ നിവർത്തിയില്ല, അച്ഛനെ വിളിച്ചും ബഹളം തന്നെ. അങ്ങനെ ഞങ്ങളുടെ ലൈഫേ മാറ്റിയവനാണ്. അതാ കണ്ട ഇപ്പൊ ഈ രാത്രിക്ക് ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ ഒരു സൺഡേ വിശേഷമാണ് ഇത് കണ്ടത് നിങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫ്. അപ്പോൾ എല്ലാവരും ഒരു ചെറിയ വീഡിയോ കേട്ടാ, ഇതൊക്കെയല്ലേ ഉള്ളൂ നമുക്ക് പറയാനും ഇതൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ കാണുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ തന്നെയല്ലേ എന്തൊരു കാണാതിരിക്കണമെന്ന്. പക്ഷേ അവനെ ഇഷ്ടമുള്ളവർ കാണുമല്ലോ അല്ലേ. അപ്പം എല്ലാവരും ഒന്ന് കാണുക, അത്രയേ ഉള്ളൂ.